മദ്യനയത്തിൽ നിലപാട് മാറ്റി മുഖ്യമന്ത്രി. വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയിൽ തീരുമാനം UDFന് വിട്ടു. വിൽക്കാൻ തീരുമാനിച്ചാൽ നികുതി ഘടന മാറ്റില്ല. ധനബില്ല് പാസായാൽ നികുതി ഇളവ് നിലവിൽ വരുമെന്ന് KN ബാലഗോപാൽ. മുഖ്യമന്ത്രിയുടെ നിലപാട് പ്രഹസനമെന്നും ആരോപണം. VS സർക്കാരിന്റെ കാലത്തും വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കാൻ ബക്കാടി കമ്പനി സമീപിച്ചതിന്റെ തെളിവുകൾ പുറത്തുവിട്ട് ന്യൂസ് 18. കരിമണൽ ഖനനത്തിൽ പിന്നോട്ടില്ലെന്ന് VD സതീശൻ. സ്വകാര്യവൽക്കരിക്കുമെന്ന് ബജറ്റിൽ പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷം ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നെന്നും മുഖ്യമന്ത്രി. PM ശ്രീ പദ്ധതിയിലെ മുൻ നിലപാടിൽ U-turn. പദ്ധതി നടപ്പാക്കുമെന്ന് താൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് സതീശൻ. നിങ്ങൾ ഒപ്പുവെച്ചത് മരവിപ്പിക്കാനാണോ എന്ന് പ്രതിപക്ഷത്തോട് ചോദ്യം. ബജറ്റ് ചർച്ചയുടെ മറുപടിക്കിടെ സതീശൻ പിണറായി വാക്പോര്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും അണികൾ ചോദ്യം ചെയ്യുകയാണെന്ന് VD സതീശൻ. കടുത്ത ഭാഷയിൽ മറുപടി നൽകി പിണറായി. ഈ സ്ഥാനത്ത് പാടില്ല എന്ന് ഞങ്ങളെ പാർട്ടിയിൽ എവിടെയും ആലോചിച്ചിട്ടില്ല. അതെല്ലാം ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അത് കേട്ടിട്ടില്ല. ഇപ്പൊ CPM തകരാൻ പോകുന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ വല്ലാതെ ഊഹിച്ച് നിൽക്കേണ്ട കേട്ടാണ്. കേരളത്തിന് അഭിമാന നിമിഷം. 2 വർഷത്തിനിടെ 1000 കപ്പലുകൾ എത്തുന്ന തുറമുഖമായി വിഴിഞ്ഞം. ചരിത്രം കുറിച്ച് MSC ലൂസിയാന നങ്കൂരമിട്ടു. അയത്തൊള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങിലേക്ക് മോദിക്ക് ക്ഷണം. ജൂലൈ ആദ്യവാരം നടക്കുന്ന സംസ്കാര ചടങ്ങിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ച ഇറാൻ പ്രസിഡന്റ്. ഇറാൻ US സമാധാന ചർച്ചകൾ അടുത്തയാഴ്ച പുനരാരംഭിക്കുമെന്ന് പാകിസ്ഥാൻ. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. നിയമനത്തിന്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും അട്ടിമറിച്ച് മേൽശാന്തി ചുമതലയിലെത്താൻ ED പ്രസാദിന് CPMന്റെ സഹായം ഉണ്ടായോ എന്നതാണ് പ്രധാന ചോദ്യം. അതിനാരൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട്? ദേവസ്വം അധികൃതരുടെ ഒത്താശ ഉണ്ടായിട്ടുണ്ടോ? പുറത്തു വരാനിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ശബരിമലയിലെ വൻ കള്ളത്തരം പുറത്തുവിട്ട് ന്യൂസ് 18. നിലവിലെ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി നിയമനം കിട്ടാൻ സമർപ്പിച്ചത് 1-ലേറെ വ്യാജരേഖകൾ. ദേവസ്വം ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നു. രേഖകളുടെ സാധുത ഒത്തുനോക്കാതെ ദേവസ്വം ബോർഡും. ഉടൻ ഇടപെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ. ആക്ഷേപം പരിശോധിക്കും. പുതിയ മേൽശാന്തിയെ നിയമിക്കുമ്പോൾ ജാഗ്രത കാട്ടുമെന്നും ബോർഡ് അധ്യക്ഷൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീണ്ടും സത്യപ്രതിജ്ഞ. നടപടി ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേരിലുള്ള സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കിയതോടെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത് 19 BJP കൗൺസിലർമാർ. സത്യവാചകം ചൊല്ലിക്കൊടുത്തത് മേയർ. ചട്ടവിരുദ്ധമെന്ന് CPM. വീണ്ടും കോടതിയെ സമീപിക്കാൻ നീക്കം. കണ്ണൂർ വാണിയപ്പാറ പള്ളി സെമിത്തേരിയിലെ 33-ാം കല്ലറയിൽ മൂന്നാമതൊരു മൃതദേഹമില്ല. ദുരൂഹത നീങ്ങുന്നു. തുറന്നു പരിശോധിച്ച് പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും. കല്ലറയിലുള്ളത് 2006-ലും 2015-ലും സംസ്കരിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ മാത്രം. വിലങ്ങാട് നിന്നും കാണാതായ സിജോ എവിടെയെന്ന ചോദ്യം മാത്രം ബാക്കി. കൊച്ചിയിൽ 24-കാരിയെ മയക്കുമരുന്നു നൽകി പീഡിപ്പിച്ച കേസിൽ ഗുണ്ടാത്തലവൻ അട്ടാണി അനീഷും കൂട്ടാളിയും അറസ്റ്റിൽ. യുവതി ക്രൂരതയ്ക്കിരയായത് 2 തവണ. പീഡന ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു. ഭീഷണിപ്പെടുത്തി കഴിഞ്ഞയാഴ്ച വീണ്ടും പീഡിപ്പിച്ചു. അറസ്റ്റിലായ ഫിറോസ് പോക്സോ അടക്കമുള്ള കേസുകളിൽ പ്രതി. ബസ് കാത്തുനിന്ന 3 പേരുടെ ജീവനെടുത്ത കൊട്ടാരക്കര ടിപ്പർ അപകടത്തിൽ നടപടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. 2 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. നടപടി വാഹനം പരിശോധിക്കാതെ ഫിറ്റ്നസ് നൽകിയതിന്. ഇന്നും അപകടങ്ങൾ. നെടുമ്പാശ്ശേരിയിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. പാലക്കാട് മുതലമടയിൽ ട്രാക്ടർ നിയന്ത്രണം വിട്ട് ദേഹത്തേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ലോകകപ്പ് നോക്കൌട്ട് ഉറപ്പിക്കാൻ ബ്രസീൽ ഇന്ന് സ്കോട്ട്ലൻഡിനെതിരെ. നെയ്മർ തിരിച്ചെത്തും. ബോസ്നിയ ഖത്തറിനെയും സ്വിറ്റ്സർലൻഡ് കാനഡയെയും നേരിടും. ലോകകപ്പിൽ ഇന്ന് 6 പോരാട്ടങ്ങൾ.